പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. അമേരിക്കൻ ഗവൺമെൻറ് അടച്ചുപൂട്ടി. സത്യമാണോ എന്ന് നിങ്ങൾ ഞെട്ടിപ്പോവും. അമേരിക്ക കൂട്ടിപ്പോവുകയും നല്ല കാര്യമല്ലേ. അമേരിക്കയാണ് ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ട്രംപ്. ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനങ്ങളുമായി ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ട്രംപിൻ്റെ ഗവൺമെൻറ് തന്നെ പൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി അതിക്രമമായി, അനാവശ്യമായി പോയി, ധിക്കാരമായി സംസാരിക്കുക എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. സത്യമാണ്, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അതെന്താണെന്ന് അറിയണ്ടേ? ആ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് സ്പേസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവ വികാസങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനായിട്ട് സ്പേസ് മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ? എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ട്രംപിന്റെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. ട്രംപിന്റെ അമേരിക്കയെ പറ്റിയാണ് പറഞ്ഞു വന്നത്. അമേരിക്ക അതിന്റെ കുറേ സർവീസുകൾ നിർത്തിവെച്ചു. അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ ഈ പാർലമെന്റ് പോലെ ഈ ധനകാര്യ ബില്ലൊക്കെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ളൊക്കെ പാസ്സാക്കണം. അതുപോലെ പാസ്സാക്കി എടുക്കേണ്ടതുണ്ട്. അത് പാസ്സാക്കിയാൽ മാത്രമേ ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് ആ സഭയിൽ പരാജയപ്പെടുന്നു. ഡെമോക്രാറ്റുകൾ അങ്ങ് തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഒരു 10 പൈസ ചെലവ് ചെയ്യാൻ പറ്റാണ്ട് അമേരിക്കൻ ഗവൺമെന്റ് ഏതാണ്ട് പെട്ടുപോയി. ട്രംപ് പെട്ടുപോയി. അങ്ങനെ അനാവശ്യമായ അത്യാവശ്യമില്ലാത്ത പല സർവീസുകളും നിർത്തിവെച്ചു. എന്നാൽ പലതും അത്യാവശ്യമില്ലാത്തല്ലാട്ടോ. ഈ ആസ്പത്രികളുടെ സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിലതുണ്ടല്ലോ. കാരണം അതില്ലെങ്കിൽ പിന്നെ ജീവശ്വാസം പോയ പോലെ അങ്ങനെയുള്ളത്. ഇപ്പോൾ ചില പബ്ലിക് ടോയ്ലറ്റുകൾ വേണ്ടാന്ന് നോക്കുക, അങ്ങനെ ചില പാർക്കുകളുടെ സർവീസുകൾ വേണ്ടാന്ന് നോക്കുക, അവിടേക്കൊന്ന് എൻട്രി നിഷേധിക്കുക, അങ്ങനെ കുറേ ഇടത്തിൽ ശമ്പളം കിട്ടാതിരിക്കുക, അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോകേണ്ടി വരിക, പലരും റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അതൊക്കെ ആലോചിക്കാൻ പറ്റുമോ? ഇത് 2018 ശേഷം 7 കൊല്ലത്തിനിടയിൽ അമേരിക്ക നേരിടുന്ന വലിയൊരു സാമ്പത്തിക പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും ഇത് നല്ലൊരു സൂചനയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അമേരിക്കയിൽ തന്നെ ട്രംപിന്റെ ഈ പല നടപടികളോടും വലിയ എതിർപ്പാണ് അത്രേ ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഈ സഭയിൽ ട്രംപിന് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാണ്ട് വന്നത്. അങ്ങനെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ചെലവുകളൊന്നും തന്നെ നടത്താൻ കഴിയാതെ ആ ഗവൺമെന്റ് അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്നു എന്നുള്ള ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും പേടിച്ചു വശായി. കാരണം നമ്മുടെ കുറേ ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ പെട്ടെന്നൊന്നും ശമ്പളമൊന്നും നിൽക്കില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ത്യക്കാരോട് ഇനി മേല അങ്ങോട്ട് വരണ്ട, നമുക്ക് H1B വിസയായി ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾ വലിയൊരു തുക കെട്ടിവെക്കണം. എത്രയേ? $1,00,000 കെട്ടിവെക്കണം. അപ്പോൾ എത്രയാണ്? 88 ലക്ഷം രൂപ. ഇന്നത്തെ 90 ആവും തോന്നുന്നു. ഇടയ്ക്ക് 90 ലക്ഷം രൂപ കെട്ടിവെച്ചാലേ ഒരാൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അടി കിട്ടിയിരിക്കുകയാണ്. 50% തിരിവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പല മരുന്നുകൾക്കും 100% തിരിവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഇന്റർനാഷണൽ ട്രേഡുകൾക്കും വലിയൊരു പ്രഹരം തന്നെ ട്രംപ് ഏൽപ്പിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അമേരിക്ക ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്ന വാർത്തയും കൂടെ നമുക്ക് കേൾക്കുന്നത്. നമ്മൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയല്ല കേട്ടോ. ഇത് വലിയൊരു അപകടത്തിൻ്റെ സൂചന നൽകുകയാണ്. ലോകക്രമം നിശ്ചയിക്കാൻ ശക്തിയുള്ള അമേരിക്കയാണ് ഇത്തരം ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ അത് ലോകത്തിന് വലിയ ഒരു ചൂണ്ടുപലകയാണ്. അത് ഇന്ത്യക്കും ഒരു ചൂണ്ടുപലകയാണ്. കാരണം ജനാധിപത്യത്തിന് അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ എത്രത്തോളം ഒരാൾക്ക് അഹങ്കാരമാവാം, അഹന്തയാകാം, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങളാകാം എന്നുള്ളതിൻ്റെ യാഡ് സ്റ്റിക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ട്രംപ് മുന്നോട്ട് വെച്ച പലതിനോടും ഇവിടുത്തെ അമേരിക്കയിലെ ജനം എതിർത്തു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചന കൊണ്ടാണ് ആ ബില്ല് പാസ്സാകാതെ പോയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടി വരും. എന്തായാലും വരുന്ന ആളുകളിൽ എന്താണ് അമേരിക്കയിൽ സംഭവിക്കുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ താങ്ക് യു.